നമസ്കാരം. പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും അന്തരീക്ഷത്തോടും സർവചരാചരങ്ങളോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പരിപൂർണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കും. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കും. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. റീസ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇതിന് ഇൻട്രൊഡക്ടറി സിറ്റിങ്സ് എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എഡ്യൂക്കേഷൻ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എഡ്യൂക്കേഷനിൽ രണ്ട് ഭാഗമുണ്ട്. അപരാവിദ്യ, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന നമ്മുടെ ജാഗ്രത അവസ്ഥയിലെ അനുഭവങ്ങളിൽ ഒബ്ജക്റ്റീവ് യൂണിറ്റ്സ് പഠിക്കുന്ന കാര്യങ്ങൾ. അതിന് ഡിഫറൻ്റായിട്ട് പരാവിദ്യ, നമ്മുടെ സബ്ജക്റ്റീവായിട്ട് മാറ്റങ്ങൾ, അതിനാണ് നമ്മൾ ആധ്യാത്മികത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ രണ്ട് ചിറകുകളും ഉണ്ട്. രണ്ടും തുല്യമായിട്ടുള്ള ഇമ്പോർട്ടൻസ് നൽകണം. ഭൗതികമായിട്ട് ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മുടെ മനസ്സിന് ഉയർച്ച കൊണ്ടുവരണം. സബ്ജക്റ്റീവായിട്ട് കൂടുതൽ 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 ഉള്ളിൽ പ്യൂരിറ്റി കൊണ്ടുവരണം. പ്യൂരിറ്റി ഓഫ് തോട്ട്, ഇൻറ്റൻഷൻ ഒക്കെ കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ എഡ്യൂക്കേഷൻ അതിൻ്റെ പരിപൂർണതയിലേക്ക് എത്തിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു ഭാഗത്തിൽ നമ്മൾ സാധന ചതുഷ്ടയം എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യണം. അപ്പോൾ ഇതിൽ മൂന്നാമത്തെ ലിംബായിട്ടുള്ള ഷഡ്സമ്പത്തികൾ ശമം എന്നുള്ള ആദ്യത്തെ സ്റ്റെപ്പിൽ യമം കഴിഞ്ഞ നിയമത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നിയമത്തിൽ അടുത്തത് സ്വാധ്യായം എന്നുള്ള ഒരു കാര്യമാണ്. സ്വാധ്യായം ന പ്രമദിതവ്യം എന്ന് വേദത്തിൽ പറയുന്നത്. ഒരിക്കലും സ്വാധ്യായം നമ്മൾ വിസ്മരിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉയർച്ച, നമ്മുടെ മനസ്സിൻ്റെ ഉയർച്ച, അതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ സ്വാധ്യായം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ സ്പിരിച്വൽ ബുക്സ് വായിക്കുക, അതുമാതിരി അങ്ങനെയുള്ള ചർച്ചകളിൽ പങ്കെടുക്കുക എന്നുള്ള രീതിയിലാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അത് വലിയൊരു ഘടകം തന്നെയാണ്. പക്ഷെ സ്വാധ്യായം എന്നുള്ള ആ പദം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? സ്വ അധ്യായം, എന്നെക്കുറിച്ചിട്ടുള്ള അധ്യായം.
പഠനം. ഇപ്പോൾ നമ്മൾ സാധാരണ ഞാൻ പഠിക്കുന്നു, പലതും പഠിക്കുന്നു, പല അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു, പല പുസ്തകങ്ങൾ വായിക്കുന്നു, പല ലെക്ചേഴ്സ് കേൾക്കുന്നു, നമ്മൾക്ക് ഉയർച്ച ഉണ്ടാവുന്നു. ഇതൊക്കെ നമ്മൾക്ക് ഞാൻ ചെയ്യുന്ന കാര്യം, ഞാൻ സ്വപ്നം കണ്ടു. ഇതൊക്കെ എൻ്റെ ഫീൽഡാണ്, എൻ്റെ അനുഭവങ്ങളാണ്. നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നു ഇത് ഞാനാണെന്ന്. ഞാൻ ഒരു ഡോക്ടറാണ് എന്നുള്ളത് ഒരു ഭൗതിക തരത്തിലുള്ള ഒരു നേട്ടമാണ്. അത് ഉണർന്നിരിക്കുമ്പോൾ മാത്രമേ ഞാൻ ഡോക്ടർ. സ്വപ്നാവസ്ഥയിലും സുഷുപ്തി അവസ്ഥയിലും ഞാൻ ഡോക്ടറല്ല. അതുപോലെ തന്നെ ഞാൻ 30 വയസ്സ് ആകുമ്പോഴാണ് ശരിക്കും പ്രാക്ടീസ് തുടങ്ങിയത്. അതിനു മുമ്പേ ഞാൻ MBBS പഠിച്ചത്, അപ്പോഴൊന്നും ഡോക്ടറായിട്ടില്ല. ഇനി എൻ്റെ സ്കിൽസ് കുറഞ്ഞു വരുമ്പോൾ ഞാൻ ഒരു ദിവസം ഈ ഡോക്ടർ എന്നുള്ള പദവി ഉപയോഗിക്കാൻ പറ്റാതെയാവും. ഇപ്പോൾ റിട്ടയർഡായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ നമുക്ക് പറയാം, റിട്ടയർഡ് എന്ന് പറയാം. പക്ഷേ അത് അവരുടെ എൻറ്റിറ്റി അല്ല, അവരുടെ ഐഡൻറ്റിറ്റി അല്ല. അപ്പോൾ നമ്മൾ ഈ തരത്തിൽ എക്സ്പീരിയൻസസിലൂടെ കടന്നു പോകുമ്പോൾ എന്നെക്കുറിച്ചിട്ട് മനസ്സിലാക്കണം. എന്നാണ് സ്വാധ്യായം. ഞാൻ ആരാണ്, ഞാൻ എവിടേക്ക് പോകുന്നു, ഞാൻ എവിടെ നിന്ന് വന്നു, എന്തിനാണ് ഈ ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു പോകുന്നത്, ഇതെല്ലാം കടന്നു പോയതിന് ശേഷം ഞാൻ ബാക്കി ഉണ്ടാവുമോ, ഞാൻ ഏത് തരത്തിലായിരിക്കും ഇവിടെ നിന്നും വിട്ടുപോകുന്നത്, ഞാൻ എവിടുന്നോ കടന്നു വന്നു, നമ്മളിതിലൂടെ അനുഭവിക്കുന്നു, നമ്മൾ ലോകം വിട്ടുപോകും. അപ്പോൾ എന്നെക്കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ഈ കടന്നു പോകുന്ന അനുഭവങ്ങൾ അതിപ്പോൾ നമ്മൾക്ക് പല രീതിയിലായാലും എല്ലാം എഡ്യൂക്കേഷൻ തന്നെയാണ്. അതിൽ എൻ്റെ ഉയർച്ച, എൻ്റെ മാനസികമായിട്ടുള്ള ഉയർച്ച, അതാണ് സ്വാധ്യായം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വാധ്യായത്തിൽ പുസ്തകം വായന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ മുമ്പേ പോയിട്ടുള്ള മനുഷ്യരുടെ, മഹാത്മാക്കളുടെയും അതുപോലെ ഫിലോസഫേഴ്സിൻ്റെയും കവികളുടെയും എഴുത്തുകാരുടെ എല്ലാം പുസ്തകങ്ങളിൽ അവരുടെ അനുഭവങ്ങൾ അവർ ഷെയർ ചെയ്തു. അതിൽ അവരുടെ സങ്കല്പങ്ങളുണ്ട്, ഇമാജിനേഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൂടെ നമുക്ക് നമ്മളെവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരാൾ ഏത് തരത്തിലുള്ള പുസ്തകമാണ് വായിക്കുന്നത് അത് അയാളെ റിഫ്ലക്റ്റ് ചെയ്യും, അയാളുടെ സ്റ്റേറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യും. പുസ്തകങ്ങൾ വായിക്കുമ്പോൾ തന്നെ ആദ്യം വായിച്ച പോലെ ആയിരിക്കില്ല രണ്ടാമത്തെ പ്രാവശ്യം വായിക്കുക, മൂന്നാമത്തെ പ്രാവശ്യം വായിക്കും പിന്നെയും ഡിഫറെൻ്റ് ആവുന്നു. പുസ്തകം അത് തന്നെ, പ്രത്യേകിച്ച് സ്പിരിച്വൽ ബുക്സ് വീണ്ടും വീണ്ടും വായിക്കുന്നതോടെ നമുക്ക് പുതിയ പുതിയ അർത്ഥങ്ങൾ വരും, മനസ്സിലാവുന്നു. നമ്മൾ സ്കൂളിലൂടെ കടന്നു പോകുമ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിച്ചത് തന്നെയായിരിക്കും പിന്നെയും പഠിക്കുന്നത്, പക്ഷേ കൂടുതൽ നമുക്ക് മനസ്സിലാവുന്നു. എന്താണ് കാര്യം? അത് കാണിക്കുന്നത് എൻ്റെ ഉയർച്ചയാണ്, എൻ്റെ മാനസിക ഉയർച്ചയാണ്. അതുകൊണ്ട് ബുക്സ് ആർ മിറേഴ്സാണ്, പുസ്തകങ്ങൾ നമ്മുടെ ഉയർച്ചയുടെ മിറേഴ്സാണ്. അതുപോലത്തെ ജീവിതാനുഭവങ്ങൾ അതും എഡ്യൂക്കേഷനാണ്. നമ്മൾ അനുഭവങ്ങളിലൂടെ കടന്നു പോകും, എല്ലാ ദിവസവും പല അനുഭവങ്ങളുണ്ട്. ഓരോ അനുഭവങ്ങളും ഞാൻ എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു, റിയാക്ട് ചെയ്യുന്നു, ഇത് കാണിക്കുന്നത് ഞാൻ എവിടെ നിൽക്കുന്നു എന്നാണ്. ഇന്നലെ എനിക്കൊരു കാര്യത്തിൽ ദേഷ്യം വന്നു, ഇന്നും ദേഷ്യം വന്നു, ഒരു കൊല്ലം കഴിഞ്ഞാൽ ദേഷ്യം വന്നു. അത് കാണിക്കുന്നത് എന്താണ്? ഞാൻ പ്രോഗ്രസ് ചെയ്യുന്നില്ല. ഇന്നലെ കുട്ടി കളിപ്പാട്ടത്തിനോട് തല്ലി പിടിച്ചു, ഇന്നും അതേ തല്ലി പിടിക്കുന്നു. 10 വയസ്സ് കഴിഞ്ഞാൽ പിന്നെയും അതേ ചെറിയ കളിപ്പാട്ടത്തിന് തല്ലി പിടിക്കുന്നതിന് ആ കുട്ടി വളർന്നിട്ടില്ല, മാനസികമായിട്ട് വളർന്നിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. ഇതന്നെ മനുഷ്യൻ്റെ കാര്യം. നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം ചിലവാക്കുമ്പോൾ നമ്മളുടെ മാറ്റങ്ങൾ നമ്മൾ നിരീക്ഷിക്കണം. അതാണ് സ്വാധ്യായം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ തരത്തിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളണം. അതാണ് ശ്രവണം എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ ഉണ്ടാവുന്ന എല്ലാ അനുഭവങ്ങളും, കണ്ണുകളിലൂടെ വായിക്കുന്നു, ചെവികളിലൂടെ കേൾക്കുന്നു, സ്പർശിക്കുന്നു, സ്മെല്ല്. അപ്പോൾ ഇതെല്ലാം എൻ്റെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഞാൻ അതിനെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്, ഞാൻ എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഇൻട്രോസ്പെക്ഷൻ, മനനം എന്ന് പറയുന്നത്. അത് മനനം ചെയ്തിട്ട് ആ മാറ്റങ്ങളെ നമ്മൾ സ്വായത്തമാക്കണം. നമ്മളിലൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ അത് സ്വയം നമ്മുടേത് തന്നെയായിട്ട് ഇംബൈബ് ചെയ്ത് മാറ്റണം. അതിനാണ് നിധിധ്യാസനം എന്ന് പറയുന്നത്. സഹജമാർഗത്തിലെ മാസ്റ്ററായിട്ട് ദാജി അക്വയർ, എൻലൈവൻ, ഇംബൈബ്, ബിക്കം വൺ ആൻഡ് യുണൈറ്റ് എന്നാണ് പറയുന്നത്. നമ്മുടെ യാത്രയിൽ നമുക്ക് അനുഭവങ്ങളിൽ വരുമ്പോൾ നമ്മുടെ കണ്ടീഷൻ മനസ്സിലാക്കാൻ സാധിക്കും. കണ്ടീഷൻ എന്ന് പറയുമ്പോൾ എക്സ്പീരിയൻസിൽ ഞാൻ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് കണ്ടീഷൻ. ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾക്ക് പല സ്റ്റേഷനിലൂടെ കടന്നു പോകേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ആന്തരികമായിട്ടുള്ള എൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ് ഈ യാത്രയിൽ എന്ന് നിശ്ചയിക്കുന്നത്
ചുറ്റുമുള്ള അന്തരീക്ഷം. ചിലപ്പോൾ AC കമ്പാർട്ട്മെൻ്റ് ആകുമ്പോൾ കുറച്ച് സമാധാനം ഉണ്ടാവും. പക്ഷേ അതിനേക്കാളുപരി എൻ്റെ മാനസികമായിട്ടുള്ള അവസ്ഥ ചിലപ്പോൾ വളരെയധികം സ്ട്രെസ്സിലായിരിക്കും. അപ്പോൾ യാത്രയിൽ നമുക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. നമ്മൾ ചിലപ്പോൾ ടൂറിനായി പോയി ഒരു സമാധാനം ഉണ്ടാവും. അപ്പോൾ അതാണ് എൻ്റെ കണ്ടീഷൻ. നമ്മൾ ഹിമാലയത്തിൻ്റെ മുകളിൽ കയറി തപസ്സിലിരിക്കാൻ പോയിരിക്കും. പക്ഷേ അവിടെ ചെന്നിട്ട് വീട്ടിലത്തെ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും വടക്കുന്നാഥൻ എന്നുള്ളൊരു സിനിമയുണ്ട്, മോഹൻലാൽ അഭിനയിച്ച. അദ്ദേഹം വീട് വിട്ടിട്ട് ഉപേക്ഷിച്ച് പോവുകയാണ്. അദ്ദേഹത്തിന് മാനസിക രോഗമുണ്ട്. അപ്പോൾ ആൾക്കാരെ അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളത്. പിന്നീട് അമ്മ വന്ന് വിളിക്കുമ്പോൾ തിരിച്ചു വരികയാണ്. അപ്പോൾ ഇതൊക്കെ ഉള്ളിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു യാത്രയ്ക്ക് എന്താണ് പ്രയോജനം? അപ്പോൾ നമ്മൾ പല യാത്രകൾ പിൽഗ്രിമേജ് ട്രിപ്പിനും പോകുന്നുണ്ട്, വ്രതങ്ങൾ എടുക്കുന്നുണ്ട്. പക്ഷേ ഇത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ മാറിയിട്ടുണ്ടോ, ഞാൻ അതുപോലെ തന്നെയാണ്, അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ എൻ്റെ ഉള്ളിലൊരു സ്പെക്ട്രം ഉണ്ട്. ഇപ്പോൾ നിൽക്കുന്ന ഈ പേഴ്സണാലിറ്റി തൊട്ട് എൻ്റെ ഏറ്റവും ഹയസ്റ്റ് ഫൈനൽ വേർഷൻ എന്നുള്ള ലെവലുണ്ട്. ഇവിടേക്കാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. എൻ്റെ തന്നെ ഏറ്റവും നല്ല മനുഷ്യനെ കണ്ടെത്താനുള്ളൊരു യാത്രയാണ് പിൽഗ്രിമേജ് എന്ന് പറയുന്നത്, പുറമേയുള്ളതല്ല. അപ്പോൾ ആ പിൽഗ്രിമേജിനെയാണ് നമ്മൾ സ്പിരിച്വൽ യാത്ര എന്ന് പറയുന്നത്. ഇപ്പോൾ സ്പിരിച്വാലിറ്റിയിൽ ചക്രങ്ങളെക്കുറിച്ച് പറയും. ചക്രങ്ങളിലൂടെ ഉയർന്നു വന്ന് നമ്മൾ സെൻറ്റർ റീജിയനിലേക്ക് എത്തുന്നു, സെൻറ്റർ ദിവ്യതയിലേക്ക് ഉയരുന്നു. അപ്പോൾ എവിടെയാണതുള്ളത്? നമ്മുടെ ഉള്ളിലാണ്. അപ്പോൾ ഈ യാത്ര കാണിക്കുന്ന നമ്മുടെ സ്വഭാവത്തിലുള്ള പരിവർത്തനമാണ്. നമ്മൾ എത്രത്തോളം നമ്മുടെ സ്വാർത്ഥതയെ ഉപേക്ഷിക്കാൻ സാധിച്ചു, എത്രത്തോളം എൻ്റെ സെൽഫ്ലെസ്നെസ് കൂട്ടാൻ സാധിച്ചു. ഒടുക്കം സെൽഫ് തന്നെ ഇല്ലാതെയായിട്ട് ആ സ്നേഹത്തിൻ്റെ പ്രവാഹത്തിന് നമ്മൾ മീഡിയംസായിട്ട് മാറണം. അതാണ് ഫൈനൽ വേർഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഡിഫറൻസും ഇല്ല. അതാണ് ഡിവിനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സ്വാധ്യായത്തിൽ ഞാൻ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടോ, എൻ്റെ കോൺഷ്യസ്നസ്, എൻ്റെ ബോധം എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടോ, ഇനി കൂടുതൽ വ്യക്തികളെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടോ, കൂടുതൽ അനുഭവങ്ങളിൽ എനിക്ക് ബാലൻസായിട്ട് ചെയ്യാൻ സാധിക്കുന്നു, പ്രവൃത്തിയിൽ കൂടുതൽ പെർഫെക്ഷൻ കൊണ്ടുവരാൻ സാധിക്കുന്നു. ഇതൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ അത് സ്വാധ്യായമാകും. അപ്പോൾ ഡയറി റൈറ്റിംഗ് സ്വാധ്യായത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ്. പുസ്തകം വായിക്കണം, തീർച്ചയായിട്ടും വായിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അത് മാത്രം പോരാ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. പുസ്തകത്തിൽ അഡിക്റ്റഡ് ആവരുത്, നമ്മുടെ അനുഭവങ്ങൾ അഡിക്റ്റ് ആവരുത്, ഒന്നിനും അഡിക്റ്റ് ആവരുത്. നമ്മളുടെ ഒരേ ഒരു മാറ്റം ഉള്ളിലാണ് എന്നുള്ളത് തിരിച്ചറിയുക. നമ്മുടെ ചിന്തകളിൽ മാറ്റം വരുന്നുണ്ടോ? അത് ഞാനിപ്പോൾ ചിന്തിച്ച ചിന്ത അതെൻ്റെ ഉള്ളിൽ അവിടെ കിടക്കുകയാണ്, സീഡായിട്ട് കിടക്കുകയാണ്. നാളെ അത് വളർന്ന് വലുതായി മരമായി മാറും. ഏത് തരത്തിലുള്ള ചിന്തയാണ് ഞാൻ ഉള്ളിലേക്ക് ഇടുന്നത്? അപ്പോൾ എല്ലാം വളരെ കെയർ ചെയ്യണം. എൻ്റെ ഇൻപുട്സ് അതുപോലെ എൻ്റെ ഔട്ട്പുട്ട്, എൻ്റെ ഉള്ളിൽ പുറത്തേക്ക്, ഇതെല്ലാം നമ്മൾ വളരെ കെയർ ചെയ്യണം. ഇത് രണ്ടും പരസ്പരം ഹെൽപ്പ് ചെയ്യുന്ന തരത്തിൽ, ബാലൻസ് ചെയ്യുന്ന തരത്തിലായിരിക്കണം. അങ്ങനെയാണ് ഞാൻ ഒരു പ്യൂറായിട്ടുള്ള ഒരു മീഡിയമായിട്ടുള്ള മാറാനുള്ളൊരു യാത്രയിലാണ്. ഇതാണ് സ്വാധ്യായത്തിൻ്റെ ലക്ഷ്യം, അധ്യായം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. സ്വാധ്യായത്തെക്കുറിച്ച് ഇൻട്രോസ്പെക്റ്റീവ് കൂടുതൽ എന്തെങ്കിലും അറിവ് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഇടാം. നന്ദി, നമസ്കാരം.